ഇതാ ഗ്യാസിനും വീട്ടാവശ്യത്തിനും വേണ്ടി. അച്ഛാ, ട്യൂഷൻ ഫീസ്. ആ മോളെ, എന്താ അച്ഛാ? നീ പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? എനിക്കറിയാം നീ പഠിക്കുന്നുണ്ടെന്ന്. അമ്മ പലപ്പോഴും നിന്നെപ്പറ്റി പറയുമ്പോഴും ഞാൻ അവളോട് പറയും, രേവതി എൻ്റെ മോളാ, അവള് പഠിച്ചോളൂ എന്ന്. അച്ഛൻ്റെ വിശ്വാസം തെറ്റിക്കല്ലേ മോളെ? അച്ഛാ, വിശ്വാസം അതല്ലേ എല്ലാം. ഈ അമ്മയ്ക്ക് എപ്പോഴും ടെൻഷനാ. അച്ഛൻ പേടിക്കണ്ട, ഞാൻ നന്നായി പഠിക്കുന്നുണ്ട് അച്ഛാ. റിസൾട്ട് വരട്ടെ, അപ്പൊ കാണാം. ശരി. കണ്ടോ, നിങ്ങളെ അവർക്ക് ഒരു പേടിയില്ലല്ലോ. രണ്ടുപേരും കൂടി തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചോ. ബാക്കിയുള്ളവരെ ഒരു വിലയില്ലല്ലോ. സൂസമ്മേ, എന്താ സൂസമ്മ ഒരു വഴക്ക്? വഴക്കൊന്നും അല്ലേ ചേച്ചി, ഇങ്ങേരെ പിള്ളേരെ ശാസിക്കാത്തതിനെ കുറിച്ച് പറയായിരുന്നു. അവർക്ക് ഇങ്ങേരെ ഒരു പേടിയില്ലല്ലോ ഇപ്പൊ. അവരെന്തിനാ സൂസമ്മേ രഘുവിനെ പേടിക്കുന്നേ? പണ്ടത്തെ കാലമൊന്നും അല്ല ഇതേ. പിള്ളേരെ അങ്ങനെ പേടിപ്പിച്ചൊന്നും നിർത്താനൊക്കെയല്ല. നിങ്ങൾക്ക് അങ്ങനെ പറയാം. അമ്മമാർക്ക് ആദ്യം കൂടുതൽ. മക്കൾ പഠിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, പെൺകുട്ടികൾ 2 എണ്ണോ വളർന്നു വരുന്നത്. അപ്പൊ ഇത്രയും ആദ്യം കാണും. അത് ശരിയാ. എന്ത് ശരി? അല്ല, നീ പറഞ്ഞാ ശരിയെന്ന്. വാ ചേച്ചി, ഇന്ന് ഔട്ടിംഗ് ആയിരുന്നത് കൊണ്ട് അത്താഴത്തിന് ഒന്നും തയ്യാറാക്കിയിട്ടില്ല. നമുക്ക് അടുക്കളയിൽ നിന്ന് സംസാരിക്കാം. ചേട്ടത്തിയുടെ കയ്യിൽ നിന്നും രഹസ്യം പുറത്തു പോകും. ഒരിക്കലും അട്ടെ. കൺസൾട്ടൻസിന്ന് വിളിച്ചോ? എവിടുന്ന്? ഞാൻ ഇനി ദിവസം അവിടെ കയറി ഇറങ്ങണം. അല്ലാതെ അവരായിട്ട് യാതൊരു താല്പര്യം എടുക്കില്ല. കയ്യിലാണെങ്കിൽ 500 രൂപയുള്ളൂ. കാശിൻ്റെ കാര്യം വിട്. കുറച്ച് ദിവസത്തേക്കുള്ള വകുപ്പ് എൻ്റെ കയ്യിലുണ്ട്. അത് കഴിഞ്ഞാൽ അത് തന്നെയാണ് ചേട്ടാ കുഴപ്പം. എപ്പോഴും ചേട്ടൻ എന്നെ സഹായിക്കാൻ പറ്റുമോ? തൽക്കാലം ഞാൻ വഴി കണ്ടിട്ടുണ്ട്. എന്തു വഴി? നീ ഇതൊന്ന് പിടിച്ചേ. ഇതൊന്ന് പിടിക്കേ. എന്താ ഇത്ര നേരത്തെ സാധനങ്ങളുമായിട്ട്? ഡേ, ചേച്ചി ട്യൂഷന് പോയോ? ചേച്ചി 4:30 തന്നെ പോയി. ഇന്നച്ഛൻ ഞങ്ങളെ ഓട്ടോയിലാ കൂട്ടിക്കൊണ്ടുവന്നേ. ഓട്ടോയിലോ? സ്കൂട്ടർ എന്തിയേ? ഓ, അത് വീണ്ടും പണി മുടക്കുന്നേ. പിന്നെ കുട്ടികളുടെ സ്കൂൾ ബസിന്റെ ഫീസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് ട്രബിൾ കാണിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു നാളായില്ലേ? അത് മാറ്റാൻ പാടില്ലായിരുന്നോ? അത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു. ആ സ്കൂട്ടറിൻ്റെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇപ്പോഴത്തെ പെട്രോൾ വില കുതിച്ചുയരയല്ലേ. നോക്കട്ടെ, നല്ല വില കിട്ടുകയാണെങ്കിൽ കൊടുത്തുകളെ. നല്ല ആളാ. അത് കൊടുത്തിട്ട് ഞങ്ങൾ കുറെ ആശ്വസിക്കും. നിങ്ങൾ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് കൊടുക്കില്ല എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടെ? ദേ, അപ്പോ നാളെ മുതൽ ബസ്സിനായിരിക്കും അല്ലേ?